തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഉപകരണ പ്രതിസന്ധി. യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചു. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയാ ഉപകരണം ഇല്ല. നേരത്തെ രോഗികൾ പിരിവിട്ടാണ് ഇത് വാങ്ങിയിരുന്നത്. അത് പാടില്ല എന്ന് ആരോഗ്യമന്ത്രി വിലക്കിയതിന് പിന്നാലെ ശസ്ത്രക്രിയകൾ നിർത്തി വയ്ക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദയാണ് ചേരുന്നത്. ശ്രീനന്ദ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് ഈ സൂപ്രണ്ട് ഇനി തുടരുന്നില്ല എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിന് പിന്നാലെ വീണ്ടും ഈ ഉപകരണ പ്രതിസന്ധി ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി സഭയിലടക്കം പറഞ്ഞതാണ് അങ്ങനെ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങേണ്ട ആവശ്യം ഇല്ല എന്ന്. അങ്ങനെ ഉപകരണങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ചികിത്സ നടക്കില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്നു, അല്ലേ ശ്രീനന്ദ? തീർച്ചയായിട്ടും രാഖി, ഉപകരണങ്ങൾ വാങ്ങിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ രോഗികളുടെ കയ്യിൽ നിന്ന് പണം പിരിവ് നടത്തി ഉപകരണങ്ങൾ വാങ്ങിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നത്. ഉപകരണം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ഉപകരണമാണ് ഇല്ലാതിരുന്നത്. മുൻപും ഈ ഒരു ഉപകരണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗികളുടെ കയ്യിൽ നിന്ന് 4000 മുതൽ 6000 രൂപ വരെ ഈടാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ ഡോക്ടർമാർ പണപ്പിരിവ് നടത്തി ഉപകരണം വാങ്ങിയ ശേഷം ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു കാര്യം ഇനി നടത്തേണ്ടതില്ല എന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി തന്നെ നിയമസഭയിൽ എടുത്തു പറഞ്ഞിരുന്നു. ശേഷമാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചു മുൻപ് നമ്മൾ പറയുകയുണ്ടായി ഈ സൂപ്രണ്ട് കത്ത് നൽകിയ വിഷയം. തീർച്ചയായിട്ടും അദ്ദേഹം കത്ത് നൽകിയതിൽ ഒരു വാസ്തവമുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വിവാദങ്ങൾക്ക് നടുവിലാണ് മെഡിക്കൽ കോളേജ് അന്ന് നമുക്കിപ്പോൾ പൂർണ്ണമായും പറയാൻ സാധിക്കും. ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു, അതുപോലെ തന്നെ വിവിധ രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ള നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ഹാരിസിന്റെ വിഷയം തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് വരെ ദിനം പ്രതി ഓരോ വിഷയങ്ങളിൽ ആരോഗ്യ വകുപ്പ് വീണ്ടും തലകുനിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നടുവിൽ തനിക്ക് സൂപ്രണ്ടായി തുടരാൻ താല്പര്യമില്ലെന്ന് ഡോക്ടർ സുനിൽകുമാർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, വാസ്തവകരമായ ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് തന്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും വീഴ്ച സംഭവിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ താൻ എങ്ങനെയാണ് തുടർന്ന് ജോലി ചെയ്യുക എന്നൊരു കാര്യം അദ്ദേഹം ചോദിക്കുന്നത്. സമാനമായ കേസുകൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനുള്ള ഉപകരണം ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നത്. ഇനിയും പുറത്തു വരാത്ത എത്രത്തോളം കേസുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ശസ്ത്രക്രിയകളാണ് ഇനിയും മുടങ്ങിയിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്നൊരു കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാനൊന്നും തന്നെ അധികൃതർ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ശസ്ത്രക്രിയ മുടക്കിയത്. രോഗികളുടെ കയ്യിൽ നിന്ന് പിരിവിട്ട് ഉപകരണങ്ങൾ വാങ്ങിക്കേണ്ടതിന്റെ ആവശ്യകത യാതൊന്നും തന്നെ ഇല്ല എന്ന് ആരോഗ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നടത്താനിരുന്ന ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഒരു ശസ്ത്രക്രിയ മാത്രമായിരിക്കില്ല, മറ്റ് വേറെ ആൾക്കാർക്കും ശസ്ത്രക്രിയ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ കുറച്ചു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ സൂപ്രണ്ടിന്റെ ആ ഒരു കത്തും ആ ഒരു വിവാദപരമായ കത്തും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഉപകരണക്ഷാമം മൂലമുണ്ടായ ഒരു ശസ്ത്രക്രിയ മുടങ്ങലും എല്ലാം തന്നെ കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരോഗ്യ വകുപ്പ് തീർത്തും മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. നിയമസഭ തുടരുന്ന ഒരു സാഹചര്യമാണ്. ആരോഗ്യമന്ത്രി എല്ലാ കാര്യങ്ങളും താൻ നന്നായി ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ട്, ശസ്ത്രക്രിയകളെല്ലാം തന്നെ നല്ല പുറക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുറ്റപറ്റായി നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് 100 വട്ടം പറയുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് നമുക്കുള്ളത്. എന്നിട്ടും ഇത്തരത്തിലൊരു അലംഭാവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ എന്ന് സാധാരണ ജനങ്ങൾ വീണ്ടും എടുത്തു ചോദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാഖി, ശരി ശ്രീനന്ദ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് വീണ്ടും ഉപകരണ പ്രതിസന്ധി എന്ന വാർത്ത പുറത്ത് വരുന്നത്. യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും രോഗികൾ പിരിവിട്ട് വാങ്ങിയിരുന്ന ഉപകരണമാണ്. അത് പാടില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതോടുകൂടി ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന കാഴ്ചയാണ്. എന്തായാലും സാധാരണക്കാരായ രോഗികൾ വലയുന്നു, അത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.